അങ്ങനെ ഇന്ന് സുല ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ജർമ്മനിയിൽ ഇന്ന് ഞങ്ങൾ പോണത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ജർമ്മനിയിലുണ്ട്. അപ്പോൾ കാലത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയൊന്നും പറയാനില്ല. എത്ര തരേണ്ടത് നമുക്ക്. അയ്യോ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണണ്ടായിരിക്കും. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതാട്ടോ. സഞ്ചാരത്തിൻ്റെ കൂടെ പോകാൻ വെച്ചാൽ ഭക്ഷണവും താമസവും നമുക്ക് ഒരു പ്രശ്നമില്ല. അത്രയ്ക്ക് നല്ല ഒരു ഇതാണ്. കാണുന്നുണ്ടാവും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയിലിരിക്കണേ എന്നുള്ളത്. പേരൊന്നും പറയാൻ കിട്ടില്ല. ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ പോകുന്നത് സ്വിറ്റ്സർലൻഡ്, ജർമ്മനിയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മെഴ്സഡീസ് ബെൻസിൻ്റെ മ്യൂസിയമൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇനി ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ മെഴ്സഡീസ് ബെൻസിൻ്റെ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുക അവിടെ കാണാനാണ് ഞങ്ങൾ പോണത്. ആ പോകുന്ന വഴിയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലത്തേക്കുള്ളത് വഴികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ എത്തി, മ്യൂസിയത്തിലെത്തി. അവിടെ ആ മ്യൂസിയം തുടങ്ങിയ കാലത്ത് തുടങ്ങിയുള്ള വണ്ടികളും അവരുടെ എല്ലാ സൈസ് വണ്ടികളും അതൊക്കെ ഉണ്ട്. അതിൻ്റെ നല്ല രസമായിരുന്നു. അതൊരു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതൊക്കെ ഒന്ന് കാണാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടേക്ക് എത്തുന്നത്. അങ്ങനത്തെ നല്ല അനുഭവങ്ങൾ, നല്ല നല്ല വണ്ടികളും അത് അവരെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ആ വാഹന ലോകത്തിൻ്റെ ഒരു നമുക്ക് അവിടുത്തെ അവരുടെ ചരിത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. മ്യൂസിയമൊക്കെ കണ്ടിട്ട് എന്തൊരു തരം വണ്ടികളാണെന്ന് അറിയാം. പുതിയത് നമ്മൾ പഴയ തുടങ്ങിയിട്ട് പുതിയ വണ്ടികൾ വരെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ തന്നെയുള്ള സ്വിറ്റ്സർലൻഡിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പോണ വഴിക്കൊക്കെ കുക്ലോക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളുടെ ലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് നല്ലൊരു ഫിഷ് ഇങ്ങനെ പുഴുങ്ങിയ പോലത്തെയും ഇത്തിരി ചോറും അവിടുത്തെ ഒരു ഭക്ഷണമൊക്കെ ആയിരുന്നു. പൊട്ടാറ്റോ ഫ്രൈസ് ഇതൊക്കെ. കുക്ലോക്കിൻ്റെ അവിടെയാണ് അത് ഉണ്ടായത്, കുക്ലോക്കിൻ്റെ നിർമ്മാണമൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അവിടെ പോയി സന്ദർശിച്ചു. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കോളും. അത് എന്ത് ഭംഗിയുള്ള പച്ചപ്പാർന്ന നല്ല സ്ഥലങ്ങളും നല്ല എന്താ ഭംഗി കാണാനായിട്ടെന്നറിയോ. അങ്ങനത്തെ ഒരു നല്ലൊരു ഇതാണ് വഴിയുടെ നീളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം റൈൻ ഹാൾസിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. നന്നായിട്ട് ഇങ്ങനെ വീണ വെള്ളം പതിക്കണം അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം. നമ്മുടെ ഇവിടുത്തെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്നും എത്തില്ല, എന്നാലും അവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയൊരു